തൗബ എന്ന ഒരു മഹാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വലിയ ആബിദായിരുന്നു, സാഹിദുമായിരുന്നു. തൗബ ബിൻ സുമ്മ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഏത് സമയത്തും ഒരു സ്വയം വിചാരണ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഒരു ദിവസം ആ മഹാൻ തന്റെ ജീവിതത്തിൽ എത്ര ദിവസങ്ങൾ കഴിഞ്ഞുപോയി എന്ന് ആലോചിക്കുകയാണ്, വിചാരണ ചെയ്യുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ മഹാന് 60 വയസ്സായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ 60-നെ അദ്ദേഹം എത്ര ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം 21,500 ദിവസമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. 60 വയസ്സായ ആൾക്ക് എത്ര ദിവസം കഴിഞ്ഞു പോയി? 21,500 ദിവസങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ മഹാനവറുകള് അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ നാശമേ, ഒരു ദിവസം ഒരു തിന്മ എന്ന് വെച്ചാൽ തന്നെ എത്ര തിന്മകളായി? 21,000 ചില്ലാനം തിന്മകളായി. ഒരു ദിവസം ഒന്ന് കൂട്ടിയാൽ. ഇതുമായി ഞാൻ നാളെ റബ്ബിനെ കണ്ടുമുട്ടണമല്ലോ അല്ലാ. ഇനി ഓരോ ദിവസവും 10,000 തിന്മകളാണെങ്കിലോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? കാരണം ഹൃദയത്തിന്റെ തിന്മകള്, അവയവങ്ങളുടെ തിന്മകൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു ദിവസം ഒരുപാടുണ്ടാവും. ഒരു 10,000 ഒരു ദിവസം എന്ന് വെക്കുകയാണെങ്കിൽ എത്ര 10,000-കണക്കിന് ദോഷങ്ങൾ എനിക്കുണ്ടാവും. അതുമായി ഞാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണ്ടേ? ഇതും പറഞ്ഞ് ബഹുമാനപ്പെട്ട മഹാനവറുകള് ബോധരഹിതനായി വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആളുകള് അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിരിക്കുന്നു, മരണപ്പെട്ടു പോയിരിക്കുന്നു, പേടിച്ചിട്ട്. അദ്ദേഹത്തിനെ പരിശോധിക്കാൻ ചെന്ന ആളുകള് ഒരു വിളിയാളം അവിടെ നിന്ന് കേൾക്കുകയാണ്. കാരണം അള്ളാഹുവിന്റെ ആ ഭയത്തോടുകൂടെ, ഖൗഫോടുകൂടെ, തഖ്വയോടുകൂടെ മരിച്ചുപോയ വ്യക്തിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു അശരീരി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നു, ഫിർദൗസുൽ ആയിലയിലേക്ക് ഓടി വരൂ എന്നുള്ള ഒരു വിളിയാളമാണ് അദ്ദേഹത്തിന് വേണ്ടി അവിടെ ആളുകൾ കേട്ടത്. വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ അദ്ദേഹം വിചാരണ ചെയ്തു. ആ വിചാരണയിൽ അദ്ദേഹം രക്ഷപ്പെട്ടു, വിജയിച്ചു. അദ്ദേഹത്തിന് ഫിർദൗസുൽ ആലയിലേക്ക്, അഥവാ സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് അദ്ദേഹത്തെ വിളിക്കപ്പെടുകയും ചെയ്തു.